മാധ്യമങ്ങളോട് സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ 18 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴത്തേക്കും എന്താ താല്പര്യമായിരുന്നു എല്ലാ മീഡിയാസിനും. ഇപ്പം മീഡിയാസിൻ്റെ ഇതൊന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയി മീഡിയാസൊക്കെ? അത്രയും ഒരു ഹൈപ്പ് കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ. എവിടെ പോയി എല്ലാവരും? ഇതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത്രയും ദിവസമായിട്ടും, അതായത് 18 ദിവസമായിട്ടും ഈ പറയുന്ന ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുന്ന അതിജീവിത എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീയുടെ മെഡിക്കൽ എക്സാമിനേഷൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ്. 18 ദിവസമായിട്ട് പോലും. ഒന്ന് ഓർത്ത് നോക്കണം. 2024 ഏപ്രിലിൽ നടന്ന സംഭവമാണ്. അതായത് 1.5 വർഷത്തോളമായിട്ട് നടന്നൊരു സംഭവമാണ്. എന്നിട്ട് ഇതുവരെയായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്നത്? ഒരു റേപ്പ് കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ആരോപണം ഉന്നയിക്കപ്പെട്ട യുവതിയെ നേരിട്ട് കാണുകയോ അവരുടെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുകയോ ഒന്നും ഇതുവരെയായിട്ടും, അതായത് ഈ 18 ദിവസമായിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല. ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം ഒരു നിയമപരമായിട്ടുള്ള ഒരു വയലേഷൻ തന്നെയല്ല. ഈ ചട്ടവിരുദ്ധമായ ഈ അറസ്റ്റും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 കേസ് ഇപ്പൊ തന്നെ എടുത്തല്ലോ പോലീസ്. ഈ കേസുകളൊന്നും നിലനിൽക്കാത്ത കേസുകൾ. ഈ പറയുന്ന കേസുകളെല്ലാം തന്നെ വയലേഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് ശരിക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരണ മൂലമുള്ള കേസുകളാണെന്ന് തന്നെ. യുവതിയെ SHO ഒന്ന് കണ്ട് മൊഴിയെടുക്കണ്ടേ, മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണ്ടേ? ഇതൊന്നുമില്ലാതെ എന്തിനാ ഈ ചാടിക്കറി ഒരു അറസ്റ്റ് ഉണ്ടാക്കിയേക്കണത്? ഇതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു സംശയമില്ല, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കളികൾ മാത്രമാണെന്ന്. ഇനി എല്ലാവരും കാണേണ്ടി വരും രാഹുൽ മാങ്കൂട്ടൻ എന്ന വ്യക്തി ചായ കുടിക്കുന്നതും അതുപോലെ തന്നെ MLAയുടെ ഓഫീസിൽ പോകുന്നതും അതായത് പാലക്കാട് ടൗണിൽ ഇറങ്ങി നടക്കുന്നതും എല്ലാവരും കാണേണ്ടി വരും. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത കേസിനുള്ള ഗൂഢാലോചന നടത്തണമായിരിക്കും അല്ലേ? പിന്നെ മൊട്ടച്ചേട്ടനൊന്നും ഇപ്പോൾ ഈ വഴി കാണുന്നേ ഇല്ല. എവിടെ പോയി മൊട്ടച്ചേട്ടൻ എവിടെ പോയി?